കൊല്ലം കോർപ്പറേഷൻ കോൺഗ്രസ് സീറ്റ് തർക്കം രൂക്ഷം. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള വാർത്താ സമ്മേളനത്തിൽ ഐ ഗ്രൂപ്പ് ബഹളം. ഡിസിസി പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനത്തിലാണ് INTUC നേതാവ് സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ ബഹളം ഉണ്ടാക്കിയത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, എന്താണ് സംഭവിക്കുന്നത്? RSP ഇടതുമുന്നണിയിൽ നിന്ന് കാലുമാറി UDF വന്നതിനെ തുടർന്ന് കോൺഗ്രസിന്റെ 8 സീറ്റുകൾ RSPക്ക് നൽകിയിരുന്നു. മറ്റു ചില 3 സീറ്റുകളെടുത്ത് 11 സീറ്റാണ് അവർക്ക് നൽകിയത്. തുടർന്ന് കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 42 സീറ്റിലാണ് കോൺഗ്രസ് കൊല്ലം കോർപ്പറേഷനിൽ മത്സരിച്ചിരുന്നത് ഒറ്റയ്ക്ക്. ഇത് എന്നാൽ ഇക്കുറി 34 സീറ്റായി ചുരുങ്ങുകയായിരുന്നു. എന്നാൽ ഇത് 50% വീതം വെക്കണമെന്നുള്ള പുതിയ ആവശ്യം എ ഗ്രൂപ്പ് ഉന്നയിച്ചു. ഇപ്പോൾ ജില്ലയുടെ നേതൃസ്ഥാനത്ത് എ ഗ്രൂപ്പാണ്. അതുകൊണ്ട് എ ഗ്രൂപ്പിന് വ്യക്തമായ ഇതിനകത്തൊരു ലീഡ് വേണം. പകുതി വീതം വെക്കണമെന്നുള്ളതായിരുന്നു ആവശ്യം. അതിന് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനായി KPCC നിയോഗിച്ചിരുന്ന ഗ്രൂപ്പുകളുടെ സമവായ കമ്മിറ്റിയിൽ ഐ ഗ്രൂപ്പിൽ നിന്ന് കടവൂർ ശിവദാസൻ, അതുപോലെ സുരേഷ് ബാബു തുടങ്ങിയ നേതാക്കളെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. എന്നാൽ അതുപോലെ കരുണാകരൻപിള്ള, ഇവർ 3 പേരെയാണ് ഐ ഗ്രൂപ്പിൽ നിന്ന് കോർപ്പറേഷന്റെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെടുത്തിയിരുന്നത്. എന്നാൽ സുരേഷ് ബാബു വരുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ഏകദേശ ധാരണ മറ്റു ചില നേതാക്കൾ ചേർന്ന് ഐ ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇത് തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. KPCCയുടെ സ്ഥാനാർത്ഥി നിർണയ മാർഗനിർദ്ദേശം മാനദണ്ഡങ്ങൾ മുഴുവനും എ ഗ്രൂപ്പ് അട്ടിമറിച്ചെന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. ഇതിനെ തുടർന്ന് ഇന്ന് എ ഗ്രൂപ്പിന്റെ ജില്ലാ DCC പ്രസിഡന്റ് എഴുകോൺ സതീശീലൻ ഉൾപ്പെടെയുള്ള എ ഗ്രൂപ്പ് നേതാക്കൾ ഇന്ന് വാർത്താ സമ്മേളനം DCC ഓഫീസിൽ വിളിച്ച് ഔദ്യോഗികമായി തന്നെ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റും കോർപ്പറേഷന്റെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റും മാധ്യമങ്ങൾക്ക് നൽകിയായിരുന്നു. ഈ വാർത്താ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊടുന്നനെ INTUC നേതാവ് K സുരേഷ് ബാബു, ഐ ഗ്രൂപ്പിന്റെ നേതാവ് കൂടിയായ അദ്ദേഹം ഇതിന്റെ ഈ വാർത്താ സമ്മേളനത്തിനിടയിലേക്ക് വരികയും ഇതൊരിക്കലും അംഗീകരിക്കില്ലെന്ന് ബഹളം വെച്ച് വാർത്താ സമ്മേളനം അലങ്കോലപ്പെടുത്തുകയായിരുന്നു. ഇതിനെ ബഹളത്തെ തുടർന്ന് വാർത്താ സമ്മേളനം മതിയാക്കി DCC പ്രസിഡന്റ് തന്റെ മുറിയിലേക്ക് പോവുകയും ചെയ്തു. തുടർന്ന് INTUC നേതാവായ സുരേഷ് ബാബു പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ കൃത്യമായി തന്നെ KPCCയുടെ മാർഗനിർദ്ദേശങ്ങൾ മുഴുവനും അട്ടിമറിച്ചിരിക്കുകയാണ്. ഈ ഒരു കാരണവശാലും തങ്ങളുടെ കമ്മിറ്റിയിൽപ്പെട്ട സമവായ കമ്മിറ്റിയിലെ ആരുടെയും ഒപ്പുവാങ്ങാൻ പോലും ഇവർ തയ്യാറായില്ല. ഇത് അംഗീകരിക്കുന്ന ലിസ്റ്റല്ല, മറ്റാരുമോ ചേർന്നുണ്ടാക്കിയ ഒരു ധാരണയാണ്. ഈ ധാരണ തങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇന്ന് വൈകിട്ട് 6 മണിക്ക് മുൻ DCC പ്രസിഡന്റ് ഐ ഗ്രൂപ്പ് നേതാവായിട്ടുള്ള കരുണാകരൻപിള്ള, അതുപോലെ തന്നെ മുൻ മന്ത്രിയും DCC പ്രസിഡന്റുമായ കടവൂർ ശിവദാസൻ എന്നിവരോട് സംയുക്തമായി തന്നെ വാർത്താ സമ്മേളനം നടത്തി തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം KPCC പ്രസിഡന്റിനെയും തങ്ങളുടെ പരാതി അറിയിച്ചിട്ടുണ്ടെന്നും സുരേഷ് ബാബു പറഞ്ഞു. രാജ്കുമാർ, കൊല്ലത്ത് നിന്ന്.